സബ്സ്റ്റൻസ് അബ്യൂസ്, അതായത് ഡ്രഗ് അബ്യൂസ് ഓർ ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പദാർത്ഥം അല്ലെങ്കിൽ രാസവസ്തുവിനെ ആശ്രയിച്ച് ശാരീരികവും മാനസികവും മനഃശാസ്ത്രപരവുമായ ക്ഷേമം നിലനിർത്തലാണ്. പദാർത്ഥ ദുരുപയോഗത്തെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന പ്രത്യേക പരിശോധനകൾ ഒന്നും തന്നെയില്ല. എന്നിരുന്നാലും ആൽക്കഹോൾ പോലുള്ള സാധാരണ പദാർത്ഥങ്ങളെ രക്തപരിശോധനയിലൂടെ കണ്ടെത്താം. മറ്റു ചില വ്യതിരിക്തമായ അടയാളങ്ങളുമുണ്ട് മദ്യാസക്തിക്ക്, അതായത് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, അതുപോലെ അടിവയറ്റിനുള്ള അൾട്രാസൗണ്ട്. ഇതിനും കരളിലുണ്ടാകുന്ന ചില മാറ്റങ്ങളെ കണ്ടുപിടിക്കാനാകും. മൂത്രപരിശോധനകളുമുണ്ട് കോമ്പൗണ്ടുകളായ ഓപ്പിയോയിഡുകൾക്ക്, പ്രത്യേകിച്ചും മോർഫിനും പെത്തഡിനും, അതുപോലെ തന്നെ കനാബീസ്, കൊക്കൈൻ പോലുള്ള മയക്കുമരുന്നുകൾക്കും. സബ്സ്റ്റൻസ് അബ്യൂസിനുള്ള ചികിത്സകൾ പല രീതിയിലാണ് ഉള്ളത്. അത് ചിലപ്പോൾ തിരിച്ചറിയൽ സംബന്ധിച്ച സ്വഭാവ ചികിത്സയാകാം. ഇതാണ് ഇന്നത്തെ നിലയിൽ ഏറ്റവും കൂടുതലായി പ്രചാരത്തിലുള്ള ചികിത്സാ രീതിയെന്ന് പറയാവുന്നത്. ഫാമിലി തെറാപ്പി വളരെ പ്രയോജനകരമാണ്. ഫാമിലി തെറാപ്പിയിൽ കുടുംബത്തിലുള്ള ഉറ്റ ബന്ധുക്കൾ എല്ലാവരും ഉൾപ്പെടുന്നു. ഇതിൽ പങ്കെടുക്കുന്നത് ഒരു സൈക്കാട്രിസ്റ്റും അതുപോലെ സൈക്കോളജിസ്റ്റുമായിരിക്കും. സബ്സ്റ്റൻസ് അബ്യൂസിന്റെ കാര്യത്തിൽ മരുന്നുകൾ പരിമിതമായ പങ്കേ വഹിക്കുന്നുള്ളൂ. എന്നിരുന്നാലും ആൽക്കഹോൾ പോലുള്ള പദാർത്ഥങ്ങൾക്കും അതുപോലെ ഓപ്പിയോയിഡുകൾക്കും ചില നിശ്ചിത മരുന്നുകൾ വിപണിയിൽ ലഭ്യമാണ്. ഇത് ഇത്തരം പദാർത്ഥങ്ങളോടുള്ള അമിതമായ ആസക്തി കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്നു. ഇതൊക്കെ ആയാലും പ്രചോദനമായിരിക്കും ചികിത്സയുടെ പ്രധാന ഘടകം. പ്രചോദനമില്ലാത്ത ഒരു വ്യക്തിയുടെ ചികിത്സയുടെ വിജയം എന്ന് പറയുന്നത് വളരെ വളരെ പരിമിതമായിരിക്കും.